Good morning, all. Okay, can you see the voice now clear now? Employees relations into objectives completed ആയില്ലേ? കഴിഞ്ഞ ദിവസം അതല്ലേ നമ്മൾ എടുത്തത്? ആണോ അടുത്തുനിന്ന് എത്തിയത്? Okay, അപ്പൊ employees relation to objectives completed ആയി. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് actors അല്ലേ? Actors in employee relations ആണ്. ഓക്കെ, നമ്മള് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തു എന്താണ് ഓർഗനൈസേഷൻ നല്ല രീതിയിൽ തന്നെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ പറഞ്ഞു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് എല്ലാവരായിട്ടും കീപ്പ് ചെയ്ത് പോകണം എങ്കിൽ മാത്രമാണ് ആ ഒരു ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അതായത് അല്ലെങ്കിൽ ഗ്രോ അല്ലെ അവരുടെ വളർച്ച സാധ്യമാക്കി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഏതെങ്കിലും ഒരു റിലേഷനിൽ അപാകത എന്തെങ്കിലും ഫോൾട്ടുകൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ബിസിനസിനെ ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ തൊഴിലുടമ, തൊഴിലാളികള്, അതേപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ തീർച്ചയായിട്ടും അവിടെ ആ ഒരു സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ കുറെ പെർമിഷനും കാര്യങ്ങളൊക്കെ വേണം അല്ലെ? ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതിനനുസരിച്ചിട്ട് മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ ഗവൺമെന്റിന്റെ ഒരു സാക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് ഒരു ഇൻഡസ്ട്രിക്ക് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് അത് ഒരു സ്റ്റാർട്ടപ്പ് അല്ലെ അവിടെ കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും അവരായിട്ട് ഒക്കെ ആയതിനു ശേഷമാണ് പിന്നെ തൊഴിലുടമ തൊഴിലാളികളായിട്ടുള്ള ബന്ധത്തിന് പ്രാധാന്യം വന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ മെയിൻ ആക്ടേഴ്സിന്റെ കാര്യം തന്നെയാണ് നമുക്ക് പഠിച്ചു പോകാനുള്ളത്. നമുക്ക് നോക്കാം ദ സിസ്റ്റം ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? കഴിഞ്ഞ ക്ലാസ്സില് ഓക്കെ അല്ലേ എല്ലാം? ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ്സ് ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോയത്. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ആക്ടേഴ്സ് ഇൻ എംപ്ലോയി റിലേഷൻസ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The system of industrial relations consists of mainly 3 actors or participants. നമ്മൾ പറഞ്ഞു അല്ലെ, മെയിൻ ആയിട്ട് 3 പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രധാനമായിട്ടുള്ളത്. ഒരുപാട് റിലേഷൻസ് നമുക്കറിയാം, മാർക്കറ്റ് അവിടെ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം, അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അല്ലെ? എല്ലാ കാര്യവും നല്ല ഒരു ബെറ്റർ അറ്റ്മോസ്ഫിയറിലാണെങ്കിലാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ഉള്ളത്. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് അറിയേണ്ട ഒരു കാര്യം അത് 3 ആക്ടേഴ്സ് അത് കൃത്യമായിട്ട് തന്നെ നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോയാലാണ് അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ നമുക്കൊരു വളർച്ചയുണ്ടെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. സോ മെയിൻ ആയിട്ടുള്ള 3 ആക്ടേഴ്സ് എന്ന് പറയുന്നത് നോക്കുക. ആക്ടേഴ്സ് ആർ കൺസിഡേർഡ് ആസ് സിംഗിൾ സെറ്റ് ഓഫ് വേരിയബിൾസ്, ഹൗവർ ദെയർ എക്സ്റ്റെന്റ് ഓഫ് ഇൻഫ്ലുവൻസ് വേരിയസ് ഫ്രം ഈച്ച് അതർ. ഓക്കെ, നമുക്കറിയാം ഒറ്റയ്ക്ക് നിലകൊണ്ട് അല്ലെ? അവിടെ 3 വേരിയബിൾസിന്റെ കാര്യമാണ് പ്രധാനമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിനെ പ്രധാനമായിട്ട് വിശേഷിച്ച് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. The 3 actors of employee relations are as follows. What is industrial relations? Employees, employers, and government. Then ഇതിന്റെ ഒരു വകഭേദം എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സാധാരണയായിട്ട് എംപ്ലോയീസിന്റെ ഒരു വ്യവസായ സ്ഥാപനത്തില്
തൊഴിലാളികൾക്ക് ചിലപ്പോ എംപ്ലോയർ എന്തെങ്കിലും ലക്ഷ്യങ്ങളൊക്കെ അവര് ആഗ്രഹിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുത്തില്ലെങ്കിൽ അവിടെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അല്ലെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രെങ്ത് ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രെങ്ത്തിന്റെ പേരിൽ അവര് ചില മെമ്പർഷിപ്പ് ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിലകൊള്ളുന്നത് ആരാണ്? ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ, അപ്പൊ ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ പ്രധാനമായിട്ട് നോക്കാം എംപ്ലോയേഴ്സ് ഗവൺമെന്റ് ആണ് 3 ആക്ടേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എംപ്ലോയീസിന് സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകളാണ്. അതേപോലെ തന്നെ എംപ്ലോയേഴ്സിനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അവര് നിശ്ചിതമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവരെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇൻ കേസ് ഗവൺമെന്റ് ഒക്കെ ഒരുപാട് ടാക്സും കാര്യങ്ങളൊക്കെ ഈടാക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിനൊക്കെ സാലറിക്ക് പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ബാലൻസ് അല്ലെ റിട്ടേൺ അവർക്ക് മതിയായ രീതിയിലൊക്കെ ലഭ്യമാകണമെന്നില്ല. ഓക്കെ, അങ്ങനെ വരുമ്പോഴെന്താണ് അവരും അവരുടേതായിട്ടുള്ള ഈ ലക്ഷ്യങ്ങൾ അവർക്ക് നിശ്ചിതമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യാനായിട്ട് അവർക്കും ഒരു സ്ട്രെങ്ത് ആവശ്യമാണ്. സോ തൊഴിലുടമകൾക്കും അതിൻ്റെതായിട്ടുള്ള അസോസിയേഷനുകൾ. ഓക്കെ, അപ്പൊ തൊഴിലുടമകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ എംപ്ലോയേഴ്സ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുണ്ട്? ആരാ പ്രധാനമായിട്ട് വർദ്ധിക്കുന്നത്? ആരായിരിക്കും? എംപ്ലോയീസിനെ ട്രേഡ് യൂണിയനുകൾ. ഓക്കെ, അപ്പൊ ട്രേഡ് യൂണിയനുകൾ അതേപോലെ തന്നെ എംപ്ലോയേഴ്സിനെ ആണെങ്കിൽ എംപ്ലോയർ അസോസിയേഷൻസ്. ഇതേമാതിരി തന്നെ ഗവൺമെന്റിനും തീർച്ചയായിട്ടും നമുക്കറിയാം ഗവൺമെന്റും പിടിച്ചു നിൽക്കുന്നത് അല്ലെ അവിടെ പബ്ലിക്കിന്റെ ഇടയിൽ നല്ല രീതിയിൽ അവര് മൂവ് ചെയ്തു പോകുന്നത് പബ്ലിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തന്നെയാണ്. അവർ ഇൻഡസ്ട്രി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഗവൺമെന്റിനും അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും അല്ലെ. പക്ഷെ ഇങ്ങനെ നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ അവർക്ക് മതിയായ രീതിയിലുള്ള അച്ചീവ്മെന്റ്സ് ഒന്നും ഇല്ല എങ്കിലും അവരും നിയമ നടപടികൾക്ക് അനുസൃതമായിട്ട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും. സോ അവിടെ ഗവൺമെന്റിന്റെ സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുന്നത് കോർട്സ് ആൻഡ് ട്രൈബ്യൂണൽസ് ആണ് അല്ലെ. നീതിന്യായ കോടതികളും കാര്യങ്ങളൊക്കെയാണ് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിലകൊള്ളുന്നത്. അപ്പൊ 3 ആക്ടേഴ്സ് ആണ് ഏതൊരു വ്യവസായ സംരംഭത്തിലും ഉള്ളത്. എന്താണ്? എംപ്ലോയീസ് ഗവൺമെന്റ്സ്. മെയിൻ ആയിട്ടുള്ള ആക്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്യാം എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ്സ്. ഇവരെ സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുന്ന യൂണിയൻ അല്ലെ പ്രധാനമായിട്ട് നിലകൊള്ളുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ ആണെങ്കിൽ ട്രേഡ് യൂണിയൻ ആണ്, എംപ്ലോയേഴ്സിനാണെങ്കിൽ എംപ്ലോയർ അസോസിയേഷൻ, ഗവൺമെന്റ്സിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നിലകൊള്ളുന്നത് കോർട്സ് ആൻഡ് ട്രൈബ്യൂണൽസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് അതിന്റെ ബാലൻസ് അല്ലെ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് നോക്കാം. വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. ഓക്കെ, നമ്മൾ നേരത്തെ ജസ്റ്റ് ഒരു ഇതിൽ പറഞ്ഞു ട്രേഡ് യൂണിയനുകളൊക്കെ ഇവരുടെ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നതാണ് വർക്കേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. ഓക്കെ, വർക്കേഴ്സ് ആർ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്. ഓക്കെ, നമുക്കറിയാം വ്യവസായ ബന്ധത്തിലെ പ്രധാനപ്പെട്ട അവിഭാജ്യ ഘടകമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് തൊഴിലാളികൾ അല്ലെ, അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറയുന്നത്. Workers can be of a different age, educational background, social and family background, skills, culture, etc. ഓക്കെ, നമ്മളൊരു വലിയ വ്യവസായ സംരംഭങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ വ്യവസായ സംരംഭം ആണെങ്കിലും നമുക്കറിയാം അവിടെയുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏജിലും എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ സോഷ്യൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ വ്യത്യസ്തമായിരിക്കും അല്ലെ. ഇവരെ പോലെയുള്ള ബിഹേവിയർ പോലും ഒരേപോലെയാണ് നമുക്ക് അല്ലെ. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്നല്ല അല്ലെ. അപ്പൊ അതെല്ലാം ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ തന്നെയാണ് അവിടെ ഒന്നിച്ച് നിലകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയിൽ മൂവ് ചെയ്യുന്നത്. അവരുടെ സ്കില്ല് കൾച്ചർ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. Workers continuously strive to make their employment terms and conditions better. ഓക്കെ, തീർച്ചയായിട്ടും ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും സ്കില്ലും നോളജും ഒക്കെ ഉള്ള ആ വ്യക്തികൾ തീർച്ചയായിട്ടും ആ തൊഴിലിടത്തിൽ നിന്ന് അവരുടേതായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻസ് അല്ലെ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏത് തൊഴിൽ സംരംഭമാണെങ്കിലും അവർക്ക് മതിയായ സാലറി കിട്ടണം, നല്ല അനുയോജ്യമായിട്ടുള്ള തൊഴിൽ അല്ലെ തൊഴിൽ സാഹചര്യങ്ങൾ അവിടെ അനുകൂലമായിരിക്കണം. അങ്ങനെ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെ വ്യത്യസ്തമായിട്ടുള്ള പേഴ്സൺസ് ആണ്, വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നാലും നമുക്കറിയാം
കോമൺ ആയിട്ടുള്ള കുറെ അല്ലെ ഒരു ഭാഗത്തിന്റെ പേര് ഒന്നിച്ച് നിന്നോ ഒറ്റക്കെട്ടായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും. സോ അവരെ എപ്പോഴും എന്താണ് ആ തൊഴിലിടത്തിൽ നിന്ന് അവരവരുടേതായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷനിലേക്കാക്കാനായിട്ട് അവര് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. They share their viewpoints and their problems with the management. ഓക്കെ, അവരവരുടെ വർക്ക് പെർഫോമൻസിന്റെ ഇടയിൽ അല്ലെ അവരെ എന്തെങ്കിലും ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവരെ വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ വിഭവൻസ് അവരുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ മാനേജ്മെന്റ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, നമുക്കറിയാം നല്ലൊരു അന്തരീക്ഷം കെട്ടിപ്പടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും മാനേജ്മെന്റ് ഈ പറഞ്ഞ മാതിരി ഈ തൊഴിലാളികളുടെ പ്രോബ്ലംസുകളെല്ലാം കേൾക്കാനായിട്ട് ശ്രമിക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്റെ വീട്ടിലേ മാനേജ്മെന്റ് തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ് അല്ലെ. അപ്പോ തൊഴിലാളികളുടെ പ്രോബ്ലംസുകളോ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം തന്നെ അവരെ കേൾക്കാനായിട്ട് സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടതാണ് അല്ലെ. ശരിയല്ലേ? നല്ല രീതിയിൽ ആ ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ വേണം അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നല്ല സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കീപ്പ് ചെയ്യണം. അതായത് അവരുടെ എംപ്ലോയീസിന്റെ വ്യൂ പോയിന്റ്സ് അവരുടെ പ്രോബ്ലംസുകളെല്ലാം അവർ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടും ഡിഫറെന്റ് നേച്ചറും നോളജും ഒക്കെ ആയിട്ട് ഉള്ളവരാണ്. സോ അവരവർക്ക് വ്യത്യസ്ത ഒപ്പീനിയനുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെല്ലാം ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളെല്ലാം അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. Then they also intended to be a part of the management's decision making process. അതെ, വീണ്ടും അവര് ആഗ്രഹിക്കുന്നുണ്ട് ഇൻ കേസ് ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് അല്ലെ എവിടെയുള്ള എംപ്ലോയീസിൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് അല്ലെ അത് പങ്കുവയ്ക്കാൻ ഡിസിഷൻ മേക്കിംഗ് സാഹചര്യങ്ങളിലൊക്കെ അതായത് തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. To achieve all this, the workers come together to form the trade union, also known as the workers' organization, against management and get maximum help from these unions. ഓക്കെ, നമുക്കറിയാം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഈ തൊഴിലാളികൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതും നല്ല ബെറ്ററായിട്ട് പോകണമെങ്കിൽ ഇതൊക്കെ ആവശ്യമാണെന്നൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ കൂടി മാനേജ്മെന്റ് ഇവരെ പങ്കാളിയൊന്നും ആക്കാറില്ല അല്ലെ. അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ ബുദ്ധിമുട്ടുകൾ എന്താണെന്നോ ഒരുപാട് ചെറിയ അവർക്കുള്ള സൊല്യൂഷൻസ് ഒന്നും കണ്ടെത്താനായിട്ട് അവർ ശ്രമിക്കാറില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ തൊഴിലാളികളുടെ പ്രോബ്ലംസുകളൊക്കെ അവര് ബാർഗെയിൻ ചെയ്യാൻ അല്ലെ അവര് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട് അവര് എന്താണ് ഈ പറഞ്ഞ യൂണിയനുകളിലൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കും. അവിടെയാണ് നമുക്കറിയാം ഈ ട്രേഡ് യൂണിയനുകളിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അങ്ങനെയുള്ള യൂണിയനുകളെ വർക്കേഴ്സ് ഓർഗനൈസേഷനും കൂടി നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അവരെപ്പോഴും തീർച്ചയായിട്ടും മാനേജ്മെന്റിനോട് നിന്ന് അല്ലെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാനേജ്മെന്റിന് ഒരു അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു നേച്ചറിലായിരിക്കും അവര് പെരുമാറി പോകുന്നത് അല്ലെ. മാക്സിമം ഹെൽപ്പ് എന്താണ് എംപ്ലോയീസിന് ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും യൂണിയനുകൾ അവിടെ നിലകൊള്ളുന്നത്. അതിനു വേണ്ടി തന്നെയാണ് മെമ്പേഴ്സ് ആയിട്ട് അവിടെ എംപ്ലോയീസ് അതിൽ അംഗത്വം സ്വീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ചെയ്തു പോയാലോ? The primary objectives of the trade union is to safeguard the economic right of the workers with the help of collective bargaining and also by asserting pressure on the management using political and economic strategies. ഓക്കെ, പ്രൈമറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പ്രധാനപ്പെട്ട അല്ലെ ഏതൊരു തൊഴിലാളിയും വർക്ക് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമുക്കറിയാം ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അവരുടെ എഫേർട്ടും കാര്യങ്ങളൊക്കെ അവരുടെ ടൈമൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത് അവിടെ ഉപയോഗപ്രദമാക്കുന്നത് അവർക്ക് അതിനനുസരിച്ചുള്ള റിട്ടേൺ നേടിയെടുക്കണം എന്നാണ് അല്ലെ. ഫിനാൻഷ്യലി അതേമാതിരി തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ വർക്ക് ചെയ്തത്. സോ പ്രൈമറി ആയിട്ട് യൂണിയന്റെ സപ്പോർട്ടീവായിട്ട് അവര് ആഗ്രഹിക്കുന്നതും ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് പ്രോബ്ലംസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. വീണ്ടും പറയുന്നുണ്ട് and also by asserting pressure on the management using political and economic strategies അല്ലെ. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെയൊക്കെ രാഷ്ട്രീയത്തിന്റെയൊക്കെ സ്വാധീന ശക്തിയോട് കൂടിയിട്ട് മാനേജ്മെന്റിൽ നിന്ന് എംപ്ലോയീസിന് നേടിയെടുക്കാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് അവർ ട്രേഡ് യൂണിയനിലൊക്കെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് അവരെ സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നത് ആരാണെന്നുള്ളത് മെയിൻ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എംപ്ലോയീസിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവായിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകളാണ് അല്ലെ. വർക്കേഴ്സ് ഓർഗനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ട്രേഡ് യൂണിയനുകളാണ്. അവരെ മാക്സിമം എംപ്ലോയീസിന്റെ
അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് മാനേജ്മെന്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ചെയ്യുക, സേഫ് ഗാർഡ് ദ എക്കണോമിക് റൈറ്റ്സ് ഓഫ് വർക്കേഴ്സ് അല്ലെ. അത് മെയിൻ ആയിട്ട് കാര്യം ഓർത്ത് വെക്കുക. അതായത് കേസ് അവിടെ മറ്റൊരു പേരിലും കൂടി പറയപ്പെടാം വർക്കേഴ്സ് ഓർഗനൈസേഷൻ അല്ലെ. അവിടെ ട്രേഡ് യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, അതേപോലെ തന്നെ വർക്കേഴ്സ് ഓർഗനൈസേഷനിലും ഈ ട്രേഡ് യൂണിയനിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. എംപ്ലോയീസിന് സപ്പോർട്ടീവ് ആയിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകളാണ്. ഓക്കെ അല്ലേ, ഫസ്റ്റ് പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ ക്ലിയറല്ലേ? നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നെക്സ്റ്റ് ആക്ടർ ആരാണ്? എംപ്ലോയേഴ്സ് ആൻഡ് ദെയർ ഓർഗനൈസേഷൻസ്. ഓക്കെ, ഇപ്പൊ തൊഴിലാളികളുടെ ഒരു സംരക്ഷകനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി തൊഴിലുടമകൾക്കുമുണ്ട് അല്ലെ. നമുക്ക് എംപ്ലോയേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് വേരിയബിൾ ഓഫ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അല്ലെ. തൊഴിലുടമകൾ പ്രധാനപ്പെട്ട ഒരു വേരിയബിൾ ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിൽ. He is the one of who is responsible for giving jobs to the workers, paying the wages and tax, and controlling the work relation with the help of rules and regulations and by enforcing labor legislations. ഓക്കെ, തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെ തൊഴിൽ സംരംഭം ഉണ്ടായാലാണല്ലോ തൊഴിൽ ചെയ്യാനായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിന് പ്രധാനമായിട്ട് നമുക്കറിയാം തൊഴിലുടമകളാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം ലഭ്യമാക്കി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള വേജസും മറ്റു ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിയമ നടപടികളായിട്ടുള്ള ആനുകൂല്യങ്ങളാവാം, അതല്ലാതെ തന്നെ അവർക്ക് സ്വമേധയ നമ്മൾ കണ്ടതാണ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. The worker is expected to abide by the rules and laws. തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലാളികൾ ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും തൊഴിൽ സംരംഭത്തിൽ ചെല്ലുമ്പോൾ അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ മാനേജ്മെന്റ് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാനൊക്കെ ആയിട്ട് ബാധ്യസ്ഥരാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും അത് ഇവിടെ എടുത്ത് പറയാണ് the worker is expected to abide by the rules and laws. റൂൾസും അല്ലെങ്കിൽ നിയമങ്ങളൊക്കെ അത് പാലിച്ചു പോകാനായിട്ട് വർക്കേഴ്സ് സന്നദ്ധരാവേണ്ടതാണ്. He is also expected to give his full effort into the task. അത് മാത്രമല്ല അവരാഗ്രഹിക്കുന്നത് എംപ്ലോയീസ് മോസ്റ്റ്ലി അല്ലെ അവരെല്ലാ ആരോഗ്യം കഴിവൊക്കെ ഉപയോഗിച്ചിട്ട് ആ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവരെ ആഗ്രഹിക്കുന്നുണ്ട്. Then an industrial dispute occurs when the worker and the employers have conflicting expectations. മിക്കവാറും സ്ഥാപനങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ തൊഴിലുടമ ആഗ്രഹിക്കുന്ന എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് തൊഴിൽ സംരംഭത്തിൽ തൊഴിലാളികളിൽ നിന്ന് അനുസരിച്ചിട്ടുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എഫേർട്ടുകളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അവിടെ തർക്കങ്ങൾ വരുന്നത് അല്ലെ. അവർ ഇത്രയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും, മാക്സിമം എഫേർട്ട് എടുത്ത് അവർ വർക്ക് ചെയ്യുക, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെന്നൊക്കെ തൊഴിലുടമ ആഗ്രഹിക്കുന്നുണ്ടാവാം. ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തില്ല എങ്കിലാണ് പ്രോബ്ലംസുകൾ ഉണ്ടാവാൻ തുടങ്ങുന്നത്. Employers usually have a greater power of bargaining than the workers, but when compared with the trade unions, their power is considerably low. Okay, തീർച്ചയായിട്ടും നമുക്കറിയാം തൊഴിലുടമയ്ക്ക് അവരുടേതായിട്ടുള്ള പവർ ഉണ്ട് അല്ലെ. എംപ്ലോയീസ് ഇപ്പൊ വർക്കൊന്നും ചെയ്യാതെ കൂലി വേണം അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും നമുക്കറിയാം തൊഴിലാളികൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് തൊഴിലുടമ തയ്യാറാവണമെന്നില്ല. പക്ഷെ അവിടെ ട്രേഡ് യൂണിയൻ കൂടി വരുമ്പോൾ ഈ പവർ അവർക്ക് ശക്തി ഇച്ചിരി കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും അവർ മൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എംപ്ലോയറിന് ആ ഒരു സ്ട്രെങ്ത് ഇത്തിരി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. To balance the situation and stand at par with the trade unions, employers also have their organizations. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അവരുടെ ശക്തിക്ക് കുറവ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അവരും സ്ട്രോങ് ആയിട്ട് നിലകൊള്ളാനായിട്ട് മെമ്പർഷിപ്പ് എടുക്കും അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷനുകൾ. These organizations pursues with both the government and the trade unions and safeguard employers' well-being. Okay, അപ്പൊ അവർക്ക് പ്രഷർ അല്ലെ. These organizations pressurize both the government and trade union. ട്രേഡ് യൂണിയനിലും ഗവൺമെന്റിനൊക്കെ ശക്തി അല്ലെ. ആ ഓർഗനൈസേഷൻ ഒന്നിച്ചു നിന്ന അല്ലെ തൊഴിലുടമകളുടെ തന്നെ ഒരു സംഘടനകളായിട്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് അവർ വരുന്ന ചോദ്യങ്ങൾ അല്ലെ ഗവൺമെന്റ് ആണെങ്കിലും എംപ്ലോയീസ് ഒക്കെ ആണെങ്കിലും ആവശ്യപ്പെടുന്ന എല്ലാം തന്നെ അവർക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. കാരണം നമുക്കറിയാം മോസ്റ്റ്ലി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തൊഴിലുടമകൾ തന്നെയാണ്.
അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അല്ലെ. അതനുസരിച്ചിട്ട് അവർക്ക് റിട്ടേൺ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരും എന്താണ് സ്ട്രോങ് ആയിട്ട് തന്നെ നിലകൊള്ളും അല്ലെ. അപ്പൊ അവർക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഓർഗനൈസേഷനൊക്കെ അവർ ഫോം ചെയ്തിരിക്കുന്നത്. സോ മനസ്സിലാക്കാം, എംപ്ലോയേഴ്സിന് വേണ്ടിയിട്ടും ഓർഗനൈസേഷനുകൾ ഉണ്ടായിട്ടുള്ളത്. നമ്മളിത് പഠിച്ചു പോകുന്നുണ്ട്. എംപ്ലോയേഴ്സിന്റെ ഓർഗനൈസേഷനിലൊക്കെ ഉള്ളത് പഠിച്ചു പോകുന്നുണ്ട്. എന്തായാലും എന്നുവെച്ചാൽ ഇത് കുറച്ചൊക്കെ നിങ്ങൾ ക്യാച്ച് ചെയ്ത് പോകുന്നോളും. അപ്പൊ ജസ്റ്റ് ഈ പാർട്ടുകളൊക്കെ ഒന്ന് ഓർത്ത് പോവുക. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ നിലകൊള്ളുമ്പോൾ തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ടും അവരുടേതായുള്ള ഓർഗനൈസേഷൻ ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാലോ? Then next നോക്കാം, ഗവൺമെന്റ് or state. Okay, നോക്കുക, ഗവൺമെന്റ് is supposed to be the caretaker of the nation. അതില് പ്രധാനമായിട്ടൊരു സെന്റൻസ് പറയുന്നത് ശരിക്കും രാജ്യത്തിന്റെ അല്ലെ ഒരു കെയർടേക്കർ എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് നമുക്ക് ഗവൺമെന്റിന്. കാരണം നമുക്കറിയാം രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെ അതിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത് ഗവൺമെന്റ് ആണ്. സോ therefore it plays a balancing role. എപ്പോഴും ഒരു ബാലൻസ് ചെയ്തിരിക്കുന്ന റോള് അല്ലെ. ഒരിക്കലും നമുക്കറിയാം സാമ്പത്തിക അവസ്ഥ അത് താഴ്ന്നു പോവാതെ അല്ലെ അത് ഉയർന്നു പോകാതെ നമുക്കറിയാം ഒരു ബാലൻസിങ് ഫിഗറിൽ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട റോളുണ്ട്. So it affects industrial relations by formulating the policy of labor and industrial relations. Implementing labor legislations act as a mediator and resolve disputes, etc. Okay, നമുക്കറിയാം അവര് ബാലൻസിങ് ആയിട്ടുള്ള റോള് നിശ്ചയിക്കുമ്പോൾ തീർച്ചയായിട്ടും അവര് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അവർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ പോളിസി നയങ്ങൾ അല്ലെങ്കിൽ തൊഴിലുടമയ്ക്കാണെങ്കിലും തൊഴിലാളികൾക്കാണെങ്കിലും ഫോളോ ചെയ്യേണ്ട കുറെ നിയമാവലികളൊക്കെ അവർ കൊണ്ടുവരും, ഫോം ചെയ്യും. സോ അങ്ങനെയാണ് അവര് ബെറ്റർ ആയിട്ട് അല്ലെ ഇരു കൂട്ടർക്കും പ്രോബ്ലംസ് ഒന്നും വരുത്താത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് അല്ലെ. ഇംപ്ലിമെന്റിംഗ് ലേബർ ലെജിസ്ലേഷൻ ആക്ട് ആസ് എ മീഡിയേറ്റർ ആൻഡ് റിസോൾവ് ഡിസ്പ്യൂട്ട്. തർക്കങ്ങളൊക്കെ ഇൻ കേസ് വരികയാണെങ്കിൽ തന്നെ നമുക്കറിയാം അവസാനമായിട്ട് അല്ലെ അനുരഞ്ജനത്തിനുള്ള സാധ്യതകൾ ഇല്ല എങ്കിൽ അതിനപ്പുറം പിന്നെ നമ്മൾ സമീപിക്കുന്നത് കോടതിയാണ്. അങ്ങനെ കോടതിയിൽ ചെല്ല് കഴിയുമ്പോഴാണ് നിയമാനുസൃതമായിട്ട് തന്നെ അത് സൊല്യൂഷനിലേക്ക് എത്തി വരുന്നത്. അപ്പൊ മീഡിയേറ്റർ ആയിട്ട് ഇവിടെ തീർച്ചയായിട്ടും നിലകൊള്ളുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. തൊഴിലാളികൾ തൊഴിലുടമകളൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം ഇരുകൂട്ടരും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും അങ്ങനെ സാധ്യമാകാതെ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അല്ലെ സാധ്യതയില്ല, യൂണിയന്റെയും അല്ലെങ്കിൽ എംപ്ലോയറുടെ ഓർഗനൈസേഷനെ കൊണ്ട് അതൊന്നും സാധിക്കാതെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ കോടതിയാണ് സമീപിക്കുക. കോടതിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടായിരിക്കും സൊല്യൂഷൻസ് ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. Then it intends to control the working and the behavior of both the employees and the employers in an organization. തീർച്ചയായിട്ടും നമുക്കറിയാം ഇരുകൂട്ടരെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പൊ നമുക്കറിയാം ഈ നിയമങ്ങളൊക്കെയാണ്. The central and state government controls and affects the industrial relations using laws, agreements, awards of report, etc. Okay, നമുക്കറിയാം ഇതൊക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിയമങ്ങൾ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥകൾ അല്ലെങ്കിൽ കോടതി നിന്നൊക്കെ നല്ല അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെയാണ് തീർച്ചയായിട്ടും അതിന് ഒരു നല്ല രീതിയിലുള്ള ഒരു കൺട്രോളിംഗ് പവർക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. Third parties and labor and electoral codes come in the category. Okay, this category വരാവുന്നത് നമുക്കറിയാം കോടതികൾ, നിയമങ്ങൾ അല്ലെ അത് ഓരോ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഡിസ്പ്യൂട്ടുകൾ തർക്ക പരിഹാരങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കോർട്ടും കാര്യങ്ങളിലൂടെയാണ് അതൊക്കെ പരിഹരിച്ചു പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം പ്രോബ്ലംസുകൾ എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള ബിഹേവിയറുള്ള വ്യത്യസ്ത തരത്തിലുള്ള അല്ലെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യക്തികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലുടമകൾക്കും അവരുടേതായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഡിസ്പ്യൂട്ടുകൾ വരാൻ സാധ്യതകളുണ്ട്. നിയമത്തിന്റെ ബലത്തിലായിരിക്കും അതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നിയമങ്ങളാണ് ഒരു കൺട്രോളിംഗ് പവർ ആയിട്ട് അല്ലെങ്കിൽ നേഷന്റെ ഒരു കെയർ ടേക്കർ ആയിട്ട്
അത് തീർച്ചയായിട്ടും ആ ഗവൺമെന്റ് ഇറക്കുന്ന കുറെ നിയമാവലികളാണ് സാക്ഷാത്കരിക്കുന്നത്. സോ ഗവൺമെന്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി റിലേഷൻസിന് പ്രധാനപ്പെട്ട ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ആക്ട് തന്നെയാണ്. ഓക്കെ അല്ലേ? ഒന്നും നമുക്ക് വലിയതായിട്ട് ഒരുപാട് ബൈ ഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഒരു ഇൻഡസ്ട്രി റിലേഷൻസിൽ ഈ മൂന്ന് കൂട്ടരുടെയും പങ്ക് എന്താണുള്ളത് അല്ലെ, എന്താണ് അവരുടെ ഉദ്ദേശങ്ങൾ, എന്താണ്, അതെങ്ങനെയാണ് സാധ്യമാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എംപ്ലോയി റിലേഷൻസ്. ഇതൊക്കെ ഘടകങ്ങളാണ് എംപ്ലോയീസ് റിലേഷൻസിന്റെ പ്രധാനപ്പെട്ടതായിട്ട് അവരെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. Following are the factors that influence employee relations, factors influencing industrial relations, economic factors, then institutional factors, technological factors, political factors, social and cultural factors, organization factors, and local factors. Okay, factors ഘടകങ്ങൾ ഈ ഒരു റിലേഷൻസിനെ സ്വാധീനിക്കുന്നുണ്ട്. അത് മെയിൻ ആയിട്ട് താഴേക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ആ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓരോന്നിലും എന്താണ് ഉൾപ്പെടുന്നത് എന്നുള്ളൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ അതില് ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, അതിലെ കണ്ടന്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി പോവുക. അതിലെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഭാഗം തന്നെയാണ്, പക്ഷെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഫാക്ടേഴ്സ് ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകമാണ്. തീർച്ചയായിട്ടും തൊഴിലാളികൾ തൊഴിലുടമയ്ക്ക് സാമ്പത്തിക വശത്തിന് പ്രാധാന്യം അല്ലെ. ഒരു ബിസിനസ് സ്ഥാപനം സർവീസ് ഓറിയന്റഡ് അല്ലാതെ നമുക്കറിയാം ഒരു ചാരിറ്റബിൾ അല്ലാത്ത രീതിയിൽ സ്ഥാപിക്കപ്പെടുന്ന ഏതൊരു ബിസിനസ്സും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടാവില്ലേ? ഒരു ലാഭം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയായിരിക്കില്ലേ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ആയിരിക്കില്ലേ? ഇല്ലേ? ഉണ്ടാവും അല്ലെ. അതേമാതിരി തന്നെ തൊഴിലാളികളും അവർ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ അവിടെ ആവശ്യമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കുക, നമുക്കറിയാം ഈ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലതരത്തില് ഉള്ള ഒരു ഇതായിട്ടായിരിക്കും ഏതൊരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്തു വരുന്നത്. അതില് ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലുടമ തന്നേക്ക് നിന്നുകൊണ്ട് തന്നെ അവിടെ തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവർക്ക് ലഭ്യമാക്കുക അല്ലെ, കൂലികൾ ലഭ്യമാക്കുന്ന ഒരു രീതി ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്കറിയാം സോഷ്യൽ അല്ലെ അവിടെ പലതരത്തിൽ എന്ന് വെച്ച് പറയുമ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന ഇൻഡസ്ട്രികൾ ഉണ്ടാവും. അതേപോലെ തന്നെ മിക്സഡ് ആയിട്ട് അല്ലെ, വലിയ കുഴപ്പമില്ലാതെ സമ്മിശ്രമായിട്ട് തൊഴിലാളികളെ പങ്കാളികളാക്കി വലിയ കുഴപ്പമില്ലാതെ ഇരുകൂട്ടർക്കും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംരംഭങ്ങൾ ഉണ്ടാവാം. ചില വ്യവസായ സ്ഥാപനങ്ങളിലൊക്കെ നമുക്കറിയാം അടിമകളെ പോലെ പണിയെടുക്കേണ്ട ഒരു നേച്ചറൊക്കെ, പ്രത്യേകിച്ച് ചില കൺട്രികളിലൊക്കെ ആണെങ്കിൽ അല്ലെ അവിടെ അവര് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടല്ലോ. പക്ഷെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പറ്റില്ല അല്ലെ. ഒരു ന്യായമായ കൂലിയൊന്നും തന്നില്ലെങ്കിൽ അപ്പൊ തന്നെ സമരമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളും ഇതൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ചിലയിടത്തൊന്നും അങ്ങനെയല്ല. നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും തൊഴിലുടമ ആഗ്രഹിക്കുന്നുണ്ട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതൊക്കെ തൊഴിലാളികളും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു നേച്ചർ അല്ലെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ അതൊരു പ്രധാന ഘടകമാണ്. തീർച്ചയായിട്ടും ഒരു ഇൻഡസ്ട്രി റിലേഷൻസിന്റെ ഒരു പ്രധാന ഘടകമാണ്. അത് ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയാണ്. അവിടെ തീർച്ചയായിട്ടും നമ്മൾ തൊഴിൽ തേടി പോകുമ്പോൾ തന്നെ നമ്മൾക്ക് നല്ലൊരു സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് എംപ്ലോയീസ് പിന്നെ ഇൻഡസ്ട്രിയിലൊക്കെ ജോലിക്ക് തന്നെ പോകുള്ളൂ അല്ലെ. ഒരു എന്താ പറയുക കമാൻഡ് ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് വർക്ക് ചെയ്യാൻ തന്നെ ചിലപ്പോൾ തൊഴിലാളികൾ പോകണം വേണ്ടി. അപ്പൊ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദ സ്ട്രക്ചർ ഓഫ് എക്കണോമി സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ഓർ മിക്സഡ് ഡിറ്റർമിൻസ് ദ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സിലെ പെടുന്ന കാര്യം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ വേണമെങ്കിൽ സാമൂഹിക രീതിയിൽ അല്ലെ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു വ്യവസ്ഥ പിന്തുടരുമെന്ന് ആഗ്രഹിക്കുന്നതായിരിക്കാം. മുതലാളിത്ത വ്യവസ്ഥ പിന്തുടരുമെന്നുള്ള ആഗ്രഹമായിരിക്കാം.
മിക്സഡ് അല്ലെ, ഇവിടെ സമൂഹത്തിന്റെ മാത്രം ആഗ്രഹങ്ങൾക്ക് കീപ്പ് ചെയ്ത് സോഷ്യലിസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം മുതലാളിത്തം അല്ലെ, അതേപോലെ തന്നെ സമൂഹത്തിനും താല്പര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള സാമ്പത്തിക വ്യവസ്ഥ ഫോളോ ചെയ്ത് പോകണമെന്നുള്ളതായിരിക്കാം. The character and the composition of the workforce, the demand and the supply of labor, and the association of labor would determine the economic position of the workforce and also the strength of a bargaining which affected the industrial relations. ഓക്കെ, നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ തെരഞ്ഞെടുപ്പ് തന്നെ ഈ ഒരു അല്ലെ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം അവര് മിക്കവാറും തൊഴിലാളികളൊക്കെ ഒരു അല്ലെ ഒരു വലിയ മിക്സഡ് ആയിട്ടുള്ള ഒരു നേച്ചറിൽ, അപ്പൊ വലിയ പ്രശ്നമില്ലാതെ ജോലി ചെയ്ത് പോകാം എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും അല്ലെ. അപ്പൊ അവിടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിനെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ ബർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ പോലും അവിടെ ലഭ്യമാകണമെന്നില്ല അല്ലെ, ഒരു മൊണോപ്പൊളി ആയിട്ടുള്ള ഒരു രീതിയായി. അതേസമയം നമുക്കറിയാം ഫിക്സഡ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിലാണ് എങ്കിൽ അവിടെ എംപ്ലോയിക്കും കൂടി ബർഗെയിൻ ചെയ്യാം. അവരുടെ അവകാശങ്ങൾ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ബർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ സമ്പദ് വ്യവസ്ഥ, ഈ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു അല്ലെ സ്ട്രക്ചറിന്, ഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ചട്ടക്കൂടുണ്ട്. സോ ആ ഘടന അനുസരിച്ചിട്ട് തന്നെയായിരിക്കും ആ ഇൻഡസ്ട്രി മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ് എക്കണോമിക് ഫാക്ടേഴ്സ് എന്നുള്ളത്? ഓക്കെയാണോ? ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരേണ്ടത് ആ ബ്രാക്കറ്റിലുള്ള ഒരു കാര്യമാണ്. സോഷ്യലിസ്റ്റ്, ക്യാപിറ്റലിസ്റ്റ്, മിക്സഡ് എക്കോണമി ഫോളോ ചെയ്യാം. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അറിയാം മിക്സഡ് എക്കോണമി ഫോളോ ചെയ്യുന്നതായിരിക്കും താല്പര്യപ്പെടുന്നത് അല്ലെ. ഇൻഡസ്ട്രിയൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുക. ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ഓഫ് ലേബർ ഫോഴ്സ് ഓർ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽസ്, ലേബർ യൂണിയൻസ് ആൻഡ് എംപ്ലോയി ഓർഗനൈസേഷൻസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. അതായത് മറ്റു ഘടകങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു സ്ഥാപനമാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു ഈ എന്താണ് അവിടെ തൊഴിലുടമയുടെ ചട്ടക്കൂടിൽ തന്നെ നിന്നുകൊണ്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാവും. അതേപോലെ തന്നെ തൊഴിലാളികൾ ആഗ്രഹിക്കുന്നത് മാത്രം നടപ്പാക്കി പോകുന്ന ചട്ടക്കൂട്, കാരണം ഒരു കൺട്രോളിംഗ് പവർ അവിടെ ഉണ്ടാക്കി. അപ്പൊ ഇത് രണ്ടും കൂടി ഉള്ളതാണെങ്കിൽ ഒരു കൺട്രോളിംഗ് പവറും ഉണ്ടാവും, എന്നാൽ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതുമാതിരി തന്നെ നമുക്കറിയാം ഒരു ഇൻഡസ്ട്രി നല്ല ഫ്ലോ ആയിട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും പോവാതെ പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് നിയമാവലികളൊക്കെ അവിടെ ഉണ്ടാവണം അല്ലെ. ഇന്ന ടൈമിന് വരണം, അങ്ങനെ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇൻ കേസ് അവരുടെ വർക്കിംഗ് ചെയ്യുന്ന അനുസരിച്ചിട്ട് അവരുടെ സാലറി ഒന്നും കിട്ടുന്നില്ല, ഈ പറഞ്ഞ മാതിരി കറക്റ്റ് സമയത്ത് വരുന്നു, കറക്റ്റ് റെസ്പോൺസിബിലിറ്റികളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോയിട്ട് അവർക്ക് മതിയായ സാലറി ഒന്നും കിട്ടുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ബർഗെയിൻ ചെയ്യാനായിട്ടുള്ള അവകാശങ്ങളുണ്ട്. കാരണം ഈ നിയമങ്ങളാണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു പവർ എന്ന് പറയുന്നത്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിസി, ലേബർ ലോസ്, വർക്കിംഗ് ലേബർ ഫോഴ്സ് or industrial tribunals, labor union and employee organizations are institution factors. അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഇങ്ങനെ അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ലേബർ യൂണിയനെ സമീപിക്കാം. തൊഴിലുടമയ്ക്കും ഇൻ കേസ് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരും ഓർഗനൈസേഷനൊക്കെ ആയിട്ട് നിന്നിട്ട് അവർ ഇൻ കേസ് മിക്കവാറും ഗവൺമെന്റ് കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അല്ലെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള പെർമിഷൻ എന്ന കാര്യങ്ങളൊന്നും കിട്ടിയില്ല എങ്കിലൊക്കെ തീർച്ചയായിട്ടും ഒരൊറ്റക്കെട്ടായിട്ട് നിന്നിട്ടായിരിക്കും നിലകൊള്ളുന്നത്. The industrial relation scenario is also affected by religious and social institutions by way of existing value system and by ensuring their compliance. For example, gender-based existing in certain industries and countries. ഓക്കെ, അതായത് ചില ഈ പറഞ്ഞ മതകാര്യമായിട്ടുള്ള എന്തെങ്കിലും വിവേചനങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു ജനപരമായിട്ടുള്ള വിവേചനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നിയമാനുസൃതമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലെ. കോടതിയെ സമീപിച്ചിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പെർമിഷൻ എൻഷുർ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് തന്നെയാണ്. എന്തെങ്കിലൊക്കെ അവരുടേതായിട്ടുള്ള നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ കൂടിയാണ് ഈ പറഞ്ഞ ലോസുകൾ അല്ലെങ്കിൽ യൂണിയന്റെ ഒക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ ഒക്കെ സപ്പോർട്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അപ്പൊ ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിലാണ്.
ജസ്റ്റ് ആ ഫസ്റ്റ് സെന്റൻസ് മസ്റ്റ് ആയിട്ട് പഠിക്കുക. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സിൽ വരുന്ന കാര്യമാണ് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെയല്ലേ? രണ്ട് ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് എക്കണോമിക് ഫാക്ടേഴ്സ്, ദെൻ സെക്കൻഡ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്. ഇനി ഇൻഡസ്ട്രി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് അല്ലെ. അത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംസ്കാര രീതി തന്നെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ് തകർന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്ത് പോയാൽ മാത്രമാണ് ഇൻഡസ്ട്രിക്ക് ഡെവലപ്മെന്റ്. These factors include method of modernization, production, automation, etc. An organization that is technologically more advanced needs lesser human capital and hence the bargaining power of the employee organizations decreases. ഓക്കെ, നമുക്കറിയാം തൊഴിലാളികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പവർ ഉണ്ട് അല്ലെ. അവിടെ യൂണിയന്റെ ഒക്കെ സപ്പോർട്ടൊക്കെ അവിടെ നിലകൊള്ളുന്ന ഒരു കാര്യമാണ്. സോ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഹ്യൂമണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പ്രയോഗിക്കാനായിട്ട് അല്ലെ. അവരുടെ നിയമം അനുസരിച്ചിട്ട് അവര് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് അവരുടെ ടൈം അറേഞ്ച്മെന്റ് അനുസരിച്ചിട്ടൊക്കെ അവരുടേതായിട്ടുള്ള പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ നേടിയിരിക്കും. തീർച്ചയായിട്ടും അതിനോടൊപ്പം തന്നെ മൂവ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ ഇൻ കേസ് എംപ്ലോയീസിനും അത് ലഭ്യമാക്കിയൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ മോഡേണൈസേഷനൊക്കെ നമ്മൾ അല്ലെ കണ്ടെത്തി അതെല്ലാം അപ്ലൈ ചെയ്ത് പോകണം. എങ്കിൽ മാത്രമാണ് ഓർഗനൈസേഷന് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും എന്ത് ഘടകങ്ങളാണ് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നോക്കാം. ദിസ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് മെത്തേഡ് ഓഫ് ഓർഗനൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ അല്ലെ. നമ്മൾ ഉത്പാദനത്തിലാണെങ്കിലും എല്ലാത്തിലാണെങ്കിലും അതിന്റെ ആ പുതുമ കണ്ടെത്തിയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത് കൊണ്ടുപോകണം. അതില് ഹ്യൂമന്റെ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമാണ്. നമുക്കറിയാം ചില ഓർഗനൈസേഷനിലൊക്കെ ഇപ്പൊ നമുക്കറിയാം ഡേയ്സിലൊക്കെ ഹ്യൂമൻ ബീയിങ്സിനെ കുറച്ചുകൊണ്ട് അല്ലെ അവിടെ മിഷനറി കാര്യങ്ങളൊക്കെ അവിടെ കൂടുതൽ ഇൻവോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഹ്യൂമന് മാത്രം നമ്മൾ എപ്പോഴും ആ റിലേഷൻഷിപ്പ് മാത്രം ഇൻവെസ്റ്റ് അല്ലെ കീപ്പ് ചെയ്തുകൊണ്ട് മാത്രം മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം. കാരണം മെഷീൻ അല്ലെ ഹ്യൂമൻ ചെയ്യുന്നേക്കാളും ചിലപ്പോൾ ഡബിൾ ഡ്യൂട്ടി ഒരുപക്ഷെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മെഷീൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നമുക്കറിയാം അവിടെ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹ്യൂമൻ ബീയിങ് ഒക്കെ ആവശ്യമാണ്. സോ അവിടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ്ങിനോടും കീപ്പ് ചെയ്ത് പോകണം. പക്ഷെ മോസ്റ്റ്ലി നമ്മൾ മനസ്സിലാക്കുക അത് മാത്രം അല്ലെ നമ്മളെ ലക്ഷ്യമിട്ടുകൊണ്ട് പോരാ. ഇൻഡസ്ട്രിക്ക് ഡെവലപ്മെന്റ് ആവണമെങ്കിൽ ഓർഗനൈസേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിലും ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. Greater progression in technology and advancement in the proficiency of workers have also introduced a new class of employees called the knowledge workers who possess a different set of requirements and goals. ഓക്കെ, നമ്മൾക്ക് അറിയാം ഇപ്പൊ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിലകൊള്ളുന്നതെങ്കിലും ഇപ്പൊ അതിന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനോട് ചേർന്ന വിധത്തിൽ അനുയോജ്യമായ രീതിയിൽ അല്ലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് അവിടെയുള്ള എംപ്ലോയീസ് നേടിയിരിക്കണം അല്ലെ. നമുക്കറിയാം പുതിയ മെഷീനും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് പാക്കേജ് ഒക്കെ അവർക്ക് കൊടുക്കണം. അതനുസരിച്ചിട്ട് അവര് അതും ആ നോളജും സ്കില്ലൊക്കെ അവർ ഡെവലപ്പ് ചെയ്ത് എടുക്കുകയാണെങ്കിലാണ്
തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ എംപ്ലോയീസ് എന്താണ് നോളജ് വർക്കേഴ്സ്, അവര് എന്താണ് നോളജ് ഉള്ള വർക്കേഴ്സ് ആയിരിക്കണം. പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യത്തിനോടൊപ്പം തന്നെ നോളജ് അവർക്ക് നേടിയെടുക്കാനായിട്ടുള്ള പവർ ഉണ്ടായിരിക്കണം. സോ അങ്ങനെ വരുമ്പോഴാണ് നമുക്കറിയാം പുതിയ പുതിയ കോഴ്സുകളൊക്കെ അതിന്റെ ആവശ്യകതകളൊക്കെ നിറവേറ്റി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. So greater progression in the technology and advancement in the proficiency of workers have also introduced a new class of employee. അല്ലെ, ന്യൂ ക്ലാസ് എംപ്ലോയിലേക്ക് കൊണ്ടുവരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള അറിവുകളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് വികസിപ്പിക്കാനായിട്ടുള്ള ചാൻസുകളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ലെ, അവിടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിനോടൊപ്പം തന്നെയുള്ള ഒരു ബന്ധം അവിടെ അല്ലെ കുട്ടിയിണക്കി കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ചാൻസ് അവിടെ അവൈലബിൾ ആക്കണം. അപ്പൊ തീർച്ചയായിട്ടും ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യേണ്ട ഒരു റിലേഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഒരു കാര്യം നോട്ട് ചെയ്യുക. അതായത് ഈ മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് മോഡേണൈസേഷൻ, പ്രൊഡക്ഷൻ, ഓട്ടോമേഷൻ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു പദമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് വിചാരിക്കരുത്. അതായത് നോളജ് വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള നോളജ് അവിടെയുള്ള എംപ്ലോയീസിന് അവൈലബിൾ ആക്കി അങ്ങനെ എംപ്ലോയീസിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അല്ലെ ഒരു സാഹചര്യം അവിടെ അനുകൂലമാണ്. ഓക്കെ, ആവശ്യമില്ലേ? ആവശ്യമാണോ? ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഓക്കെ വിഷയമാണ്. ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്. ഇൻഡസ്ട്രി മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ പറയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള ഘടകങ്ങൾ പറഞ്ഞ നിയമങ്ങളൊക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്ത് പോകണം. അതോടൊപ്പം തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുകൾ, സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഓർഗനൈസേഷൻ ഫാക്ടേഴ്സ്, ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് പോവേണ്ടതാണ്. എന്താണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ പറയുന്നത്? പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് കംപ്രൈസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ദെയർ പ്രിൻസിപ്പിൾസ്. ഓക്കെ, പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വാധീനം, അതിന്റെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ആ പാർട്ടികളുടെ പ്രിൻസിപ്പിൾസും തത്വങ്ങളും കാര്യങ്ങളൊക്കെയാണ്. Industrial relations are affected by the rise and the power of political parties and the methods they use while creating policies. ഇപ്പൊ നമ്മള് നിയമങ്ങളൊക്കെ പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ട്രേഡ് യൂണിയനുകളൊക്കെ അവിടെ പ്രവർത്തിക്കാനുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ കുറെ നിയമങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. കാരണം അവരിൽ അല്ലെ എംപ്ലോയീസിൽ ഒരു സ്വാധീന ശക്തികൾ അവിടെയുള്ള യൂണിയനുകളിലൊക്കെ ഉണ്ടാവും. സോ എന്താണ് അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അവരെ കൂടി തൃപ്തിപ്പെടുത്തി അല്ലെ എന്തെങ്കിലുമൊക്കെ നിയമാവലികളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. So moreover, since the trade unions are much engaged in the formulation of policies, the policies are somewhat based in favor of the workers. Okay, നമുക്കറിയാം ഒരു മച്ച് എൻഗേജ്ഡ് ഇൻ ഫോർമുലേഷൻ ഓഫ് പോളിസി അല്ലെ, നിയമങ്ങളൊക്കെ നമ്മള് നയങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതില് ഒരുപാട് അല്ലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും തൊഴിലുടമയ്ക്ക് ജസ്റ്റ് തോന്നുന്ന രീതിയിൽ കുറച്ച് നിയമാവലികൾ നയങ്ങളൊന്നും രൂപീകരിക്കാനായിട്ട് സാധിക്കില്ല. അവർക്കും കൂടി ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രേഡ് യൂണിയനുകളൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ സ്വീകരിക്കാൻ പാടുള്ളൂ. കാരണം നമുക്കറിയാം വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഫേവറബിൾ ആയിട്ട് നിലകൊള്ളുന്നത് ട്രേഡ് യൂണിയനുകളാണ് അല്ലെ. On the other hand, if the political parties are in any way financially dependent on the corporate lobby, the political equation would then be totally different. Okay. നമുക്കറിയാം അവിടെ നല്ല വൻ സ്വാധീന ശക്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ ഇതുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അവിടെ നല്ല രീതിയിൽ ഫിനാൻഷ്യലി ഒക്കെ അതിനുള്ള സ്വാധീന ശക്തികളൊക്കെ ഉണ്ടാകാൻ തീർച്ചയായിട്ടും നമുക്കറിയാം അത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്കൊക്കെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അവിടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കൂടി പരിഗണിച്ച് മാത്രമാണ് ആ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നയങ്ങളൊക്കെ രൂപീകരിക്കാനായിട്ട് പാടുള്ളൂ. There are certain countries, then state capitalism exists and collective bargaining is totally discouraged. Okay, നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില കൺട്രികളിലൊക്കെ ആണെങ്കിൽ അല്ലെ കുത്തക എന്താ പറയുന്നത് നമ്മളുടെ അല്ലെ അവിടെ കുത്തക സാമ്രാജ്യത്വം അല്ലെ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിക്കുക. അതായത് അവര് പറയുന്നത് അല്ലെ അവിടെ എന്താണോ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരങ്ങളൊന്നും ഇല്ലാതെ തന്നെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലം അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഗവൺമെന്റ് എന്താണോ
ഇറക്കിയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യേണ്ട ഒരു അല്ലെ ചിലതരത്തിലുള്ള കൺട്രികളൊക്കെ ഉണ്ട്. സോ ആ സ്വാധീന ശക്തി വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് scenario trade union have no value and labor management regulations are dealt with strictly. ഓക്കെ, എവിടെയൊക്കെയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം ലേബർ മാനേജ്മെന്റിനൊന്നും ഒരു റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അതായത് അവിടെ എന്താണോ ആ ഗവൺമെന്റ് അനുശാസിക്കുന്ന രീതിയിൽ മാത്രം മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. അല്ലാതെ നമുക്ക് തൊഴിലാളികളുടെ സംഘടനകൾക്കോ അവരുടെ ബാർഗൈനിങ് പവറിനൊന്നും സ്വാധീന ശക്തികളൊന്നും അവിടെയില്ല. In countries like former USSR, state socialism existed, and trade union have definite responsibilities and functions under the purview of the government. അതേസമയം ചിലയിടത്തൊക്കെ നമുക്കറിയാം നല്ല സ്വാധീന ശക്തി, നല്ല പ്രേരക ഘടകമായിട്ട് നിലകൊള്ളാനായിട്ടുള്ള ചാൻസുകളുള്ള ചില കൺട്രികളൊക്കെ ഉണ്ട്. സിൻസ് ഇന്ത്യ ഹാസ് എ മിക്സഡ് എക്കണോമിക് സിസ്റ്റം, കൺസലേഷൻ, ആർബിട്രേഷൻ, then adjudication, participative management and collective bargaining are all a part of industrial relations. ഇപ്പൊ ഇന്ത്യയുടെ നേച്ചറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം മിക്സഡ് ആയിട്ടുള്ള എക്കണോമിക് സിസ്റ്റം ഫോളോ ചെയ്യുന്നതാണ്. അവിടെ ഈ പറഞ്ഞ മാതിരി കൺസലേഷൻ അല്ലെ, അവിടെ എന്താ പറയാ പലതരത്തിലും ഒന്ന് പരസ്പരം സമാധാനിപ്പിച്ചൊക്കെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കൺസിലേഷൻ ഒക്കെ ആയിട്ട് നിലകൊള്ളാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇതേമാതിരിയുള്ള മീനിങ് തന്നെ. പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അതായത് എംപ്ലോയീസിന്റെ കാര്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവതരിപ്പിക്കാനും അവർക്ക് ഡിസിഷൻ ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു പവർ കൊടുക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുള്ള ഒരു കൺട്രിയാണ്. അല്ലാതെ എന്താണ് ഗവൺമെന്റ് എന്താണോ അത് തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആ ഒരു നിയമങ്ങൾ നമുക്ക് ചില ടൈമുകളിലൊക്കെ അറിയാം അല്ലെ, ചിലയിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ല, ചിലയിടത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചില ഗവൺമെന്റിനേക്കാളൊക്കെ അധികാരം വെക്കുമ്പോൾ ഇന്ന രാജ്യത്തേക്ക് കയറ്റുമതി നിരോധിച്ചിരിക്കുന്നു അല്ലെ, അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടൊക്കെ നിരോധിച്ചിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ആ ഒരു വ്യവസായ സംരംഭത്തിനെ തന്നെ പിടിച്ച് വെക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള രീതികൾ ഫോളോ ചെയ്യുന്ന കൺട്രികൾക്കാണ് ആ പ്രശ്നം. അതേസമയം ഇന്ത്യയെ പോലെയുള്ള കൺട്രികളിൽ നമുക്കറിയാം മിക്സഡ് ആയിട്ടുള്ള എക്കോണമി ഫോളോ ചെയ്യുന്നതാണ്. തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. തൊഴിലുടമയ്ക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ഗവൺമെന്റിനെ തന്നെ താഴെ ഇറക്കാനായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ രാജ്യത്ത് അവലംബിക്കുന്നത് അല്ലെ. ഇപ്പൊ അവരൊറ്റക്കെട്ടായിട്ട് തന്നെ മൂവ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അവിടെ ബാർഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പവർ നേടിയെടുക്കാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുന്നത്, അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്യുക, ഇന്ത്യ ഏത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, മിക്സഡ് എക്കണോമിക് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലാണെങ്കിൽ കൺസലേഷൻ, ആർബിട്രേഷൻ, അഡ്ജുഡിക്കേഷന്, പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെന്റിന്, കളക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ സാധ്യതയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആ രീതിയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഒരു പ്രധാനപ്പെട്ട സ്വാധീന ശക്തി തന്നെയാണെന്നാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ജസ്റ്റ് ഇതില് അറ്റാട്ടൊന്നും പഠിക്കേണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പഠിപ്പിച്ചു പോവുക. ഇന്ന ഘടകങ്ങൾ സ്വാധീന ശക്തികളായിട്ട് ഒരു ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെന്റിലെ സ്വാധീന ശക്തികളായിട്ട് നിലകൊള്ളുന്നുണ്ട്. എക്കണോമിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ ആ ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ എന്താണ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ചോദിക്കുമ്പോഴും ഇത് ഏത് ഫാക്ടറിൽ പെടുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. മിക്കവാറും ഫസ്റ്റ് പോയിന്റ് ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. ബൈഹാർട്ട് പഠിക്കാനില്ല, മനസ്സിലാക്കി പോവുക. അപ്പൊ സ്വാധീന ശക്തി നമ്മൾ പറഞ്ഞു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഘടകങ്ങളുടെ ഒരു സ്വാധീന ശക്തി കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ഒരു ഓക്കെ അല്ലേ, മുന്നോട്ട് പോകാലോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഓക്കെയാണ്. നെക്സ്റ്റ് നോക്കുക, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ്. സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. These factors are about different rules, ethics and principles that exist in a society. ഓക്കെ, നമ്മളീ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് കാര്യങ്ങൾ അല്ലെ, ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി തന്നെ നിയമങ്ങൾ അല്ലെങ്കിൽ അല്ലെ അവിടെ കുറച്ച് ധാർമ്മിക കാഴ്ചപ്പാടുകൾ സ്വാധീന ശക്തികളുടെ കാര്യത്തിൽ എടുക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ
ചിലയിടത്തൊക്കെ ഈ സ്വാധീന ശക്തികൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കൺട്രികളാണ് അല്ലെ. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ ഇൻ കേസ് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നോക്കാം, ഇൻ കേസ് ഡോക്ടേഴ്സിന് പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് അല്ലെ അവരുടെ ധാർമ്മിക മൂല്യങ്ങളോടൊപ്പം തന്നെ കുറെ നിയമങ്ങളും ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്രിമിനൽ കേസ് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ ചിലപ്പോ അവർക്ക് ചില ലോസുകൾ അനുസരിച്ചിട്ട് തന്നെ ചിലപ്പോ ആ ഒരു പേഷ്യന്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഡോക്ടർ എന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവരുടെ പ്രൊഫഷനോട് അല്ലെ ആ ഒരു പേഷ്യന്റ് എന്ന നിലയിൽ അവരോട് കാണിക്കേണ്ട പരിഗണനകളും കൺസിഡർ ചെയ്യണം. സോ ഇതിനൊക്കെയുള്ള ഒരു സാധ്യതകളുണ്ട് അല്ലെ. അപ്പൊ ഈ ഘടകങ്ങൾ കൂടി ഈ എത്തിക്സ് അല്ലെങ്കിൽ ഈ ധാർമ്മിക കാഴ്ചപ്പാടുകളൊക്കെ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാടുകളൊക്കെ സ്വാധീന ഘടകങ്ങൾ തന്നെയാണ്. നമ്മൾ ഏതൊരു ഇൻഡസ്ട്രി ആണോ ആ ഇൻഡസ്ട്രി വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം നിയമങ്ങളും പാലിക്കണം, ഒപ്പം തന്നെ സാമൂഹിക പരിഗണനകളൊക്കെ ലഭ്യമാക്കേണ്ടതുണ്ടെങ്കിൽ ആ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. In countries like the USA, where there is a stable social political order, the government encourages general philosophy of a free enterprise or a democratic capitalism. ഓക്കെ, അവിടെ നമുക്കറിയാം ഒരു ഡെമോക്രാറ്റിക് എന്ന് പറയുമ്പോൾ ജനാധിപത്യ ഒരു അല്ലെ അവരുടെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ ആ ഒരു സമൂഹമായിട്ട് തന്നെയാണ് അവിടെ USA ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഗവൺമെന്റിന്റെ നിലപാടുകളൊക്കെ ഫ്രീ ആയിട്ടുള്ള അല്ലെ അവിടെ ജനങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള ഒരു പെർമിഷൻ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. In these types of countries, collective bargaining is supported by a law and government involvement. ഓക്കെ, തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ എന്താണ് കളക്റ്റീവ് ബാർഗെയിനിങ് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. In Scandinavian countries and the UK, where democratic socialism exists, collective bargaining is the regular model without the need of the government to get involved. അല്ലെ അവിടെ ഗവൺമെന്റിനെ അല്ലെ അവിടെ കളക്റ്റീവ് ബാർഗെയിനിങ്ങിനാണ് സമൂഹത്തില് എന്തെങ്കിലും കാര്യങ്ങളെ സാക്ഷാത്കരിക്കണമെങ്കിൽ അവർ സമൂഹത്തിൽ നിൽക്കുന്ന കാഴ്ചപ്പാടില് അവർ ഒന്നിച്ച് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് അവരുടേതായിട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയിരുന്നത്. അപ്പൊ ഓരോ കൺട്രിക്ക് അവരുടെ സംസ്കാര രീതികളുണ്ട് അല്ലെ. ചില സാംസ്കാരിക രീതികൾ, അതായത് നമുക്ക് തന്നെ അറിയാം നമ്മളുടെ ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് തന്നെ വിവിധങ്ങളായ സ്റ്റേറ്റുകളിൽ ചില സാംസ്കാരിക രീതികളുണ്ട്. ആ സാംസ്കാരിക രീതികൾ അനുസരിച്ചിട്ടാണ് ആ സമൂഹം മുന്നോട്ട് പോകുന്നത്. സോ ആ ഒരു കൺസിഡറേഷൻ അപ്പൊ നമ്മൾ ഇൻഡസ്ട്രി എവിടെ സ്ഥാപിക്കുന്നോ ആ സ്ഥാപിക്കുന്നതനുസരിച്ചിട്ട് അത് ഏത് ലൊക്കാലിറ്റിയിലാണോ അല്ലെ ഏത് സ്റ്റേറ്റിലാണോ അതിനനുസരിച്ചിട്ടുള്ള സാംസ്കാരിക നിലപാടുകളും കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ അത് സ്ഥാപിക്കാൻ പറ്റും അല്ലെ. എല്ലാ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം വിവിധ സ്റ്റേറ്റുകളിലെ വിവിധ നേച്ചറിലാണ് മുന്നോട്ട് പോകുന്നത്, സാംസ്കാരിക നേച്ചറിലാണ് മുന്നോട്ട് പോകുന്നത്. സോ കൺട്രികളുടെ കാര്യങ്ങൾ മാത്രം നമ്മൾ വീക്ഷിക്കണമെന്നില്ല, കൺട്രികളിൽ അപ്പുറം അല്ലെ നമ്മുടെ ഇന്ത്യയിലൊക്കെ വ്യത്യസ്ത സ്റ്റേറ്റുകളിലെ വ്യത്യസ്ത സാംസ്കാരിക രീതികളാണ് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പൊ ആ സാംസ്കാരിക രീതി അനുസരിച്ചിട്ട് അവിടെ ബാർഗെയിൻ ചെയ്ത് പോകാനായിട്ട് അവിടെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഏത് ഇൻഡസ്ട്രിയാണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ല റിലേഷൻഷിപ്പോട് കൂടിയിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ എന്താണോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് അതായിരിക്കും അവിടെ പൊതുവെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടറും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പിന്റെ. ശരിയല്ലേ? ആണോ? ചില സ്റ്റേറ്റിലെ ചില സാംസ്കാരിക രീതികളല്ലേ ഫോളോ ചെയ്തു പോകുന്നത്, ആണോ? എല്ലായിടത്തും ഒരേപോലെ ചില ബിസിനസ്സുകൾ ശോഭിക്കോ? ചില ഭാഗങ്ങളിൽ നമുക്കറിയാം ഒരുപാട് മെഷീൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സാണ് ഫോളോ ചെയ്യണമെങ്കിൽ ചിലത് ഹ്യൂമൻ നേച്ചർ അല്ലെ ഒരുപാട് തൊഴിലാളികളെ തൊഴിലധിഷ്ഠിതമായിട്ട് മുന്നോട്ട് പോകുന്നു. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം തൊഴിലാളികൾ വലിയ പ്രശ്നമില്ലാതെ തന്നെ ഇൻഡസ്ട്രിക്ക് ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ടുള്ള സാഹചര്യങ്ങളാണ്. സോ അവിടെ ഒരു കൾച്ചറൽ അല്ലെ സോഷ്യൽ സമൂഹത്തില് അല്ലെങ്കിൽ സാംസ്കാരിക രീതികളിൽ വരുന്ന ഘടകങ്ങളും പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? ാണോ? രാഷ്ട്രീയ സ്വാധീന ശക്തിയോടൊപ്പം തന്നെ സാംസ്കാരിക ഘടകങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഓക്കെ, രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് ഓക്കെ, ഒപ്പം തന്നെ സാംസ്കാരികമായിട്ടുള്ള കുറെ പരമ്പരാഗതമായിട്ടുള്ള കുറെ ശൈലിക്കും പ്രാധാന്യമുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമാണ് ഒരു ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷണൽ ഫാക്ടേഴ്സ്, ചെറിയ ഫാക്ടേഴ്സുകളാണ്. ജസ്റ്റ് നോക്കാം എന്താണ് ഓർഗനൈസേഷൻ ഫാക്ടേഴ്സിൽ പറയുന്നത്.
Okay, these factors consist of a management style existing in the organization. It's a perspective, organization environment, health of the organization, degree of competition, flexibility towards changes, and diverse HRM policies. അതായത് നമ്മളിപ്പോ നിലവിലുള്ള ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അവിടുത്തെ നിയമങ്ങൾ ചിലപ്പോ വേണമെങ്കിൽ ആ ഓർഗനൈസേഷനിൽ ചില കാര്യങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് അല്ലെ തുറന്ന സമീപനമായിരിക്കും കാഴ്ചവെക്കുന്നത്. ചില ഇൻഡസ്ട്രിക്ക് അല്ലെ അവിടെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് തുറന്ന സമീപനത്തോടു കൂടിയിട്ടുള്ള വീക്ഷണത്തോടു കൂടിയിട്ട് അല്ലെ, ചിലപ്പോൾ മീറ്റിംഗ് കൂടുന്നതനുസരിച്ചിട്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും നിയമാവലികളിലൊക്കെ ഭേദഗതി ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ചിലപ്പോൾ ചില ഇൻഡസ്ട്രികളിലൊക്കെ ചിലപ്പോൾ എന്താണ് ഫോളോ ചെയ്യുന്നത് കർശനമായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോകണം. അത് മീറ്റിംഗ് കൂടുമ്പോൾ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതനുസരിച്ച് അല്ലാതെ അതിന് കറക്ഷൻ ഒന്നും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഇല്ലാത്ത ഒരു ചില ഇൻഡസ്ട്രികളായിരിക്കും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ എടുത്തു വയ്ക്കേണ്ട ഒരു കാര്യം തുറന്ന സമീപനമുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അല്ലെ. തീർച്ചയായിട്ടും എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ എംപ്ലോയിയുടെ സജഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിലൊക്കെ അതൊക്കെ മാറ്റങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സമീപനമായിരിക്കും എപ്പോഴും നല്ലത്. ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ചിലതൊക്കെ തൊട്ടടുത്തടുത്ത് തന്നെ ഇതേപോലെയുള്ള ഇൻഡസ്ട്രികളൊക്കെ ഉണ്ടാവും. സോ അവിടെ ചിലടത്ത് പക്ഷെ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. നമ്മുടെ ഇൻഡസ്ട്രിക്ക് തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഇൻഡസ്ട്രിക്ക് ഇതേപോലെ തന്നെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. അപ്പൊ അതും പ്രധാനമായിട്ട് നോക്കേണ്ടതാണ്. നമ്മൾ അതേപോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ ഫീൽഡിലുള്ള ഒരു സംഭവമാണോ അത് കൺസിഡർ ചെയ്യണം. ദെൻ ഹെൽത്ത് ഓഫ് ഓർഗനൈസേഷൻ, നമുക്കറിയാം ഓർഗനൈസേഷന്റെ ആ ഒരു നല്ല അല്ലെ എന്ന് വെച്ചാൽ നല്ല എസ്റ്റാബ്ലിഷ്മെന്റ് അത് നിലനിന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ട്രെങ്ത് അതിനുണ്ടോ. ഇൻ കേസ് എപ്പോഴും ഈ പറഞ്ഞ കോമ്പറ്റീറ്റീവ് ഫീൽഡിനാണോ നിലനിൽക്കുന്നത് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെ. അപ്പൊ അത് നല്ല രീതിയിലുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. കോമ്പറ്റീറ്റീവ് ആയിട്ട് തന്നെ ഇതിനെ അഫക്ട് ചെയ്യുന്നതായിട്ട് ആരോഗ്യം അല്ലെ ആ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് അതിന്റെ ചുറ്റുപാട് നമുക്കറിയാം പൊളിറ്റിക്കൽ സ്വാധീന ശക്തിയുടെ സാംസ്കാരിക രീതികളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ചുറ്റുപാടിനെ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. Then it's a perspective, then style existing. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി പോകേണ്ടത് these factors consist of a management style existing in the organization. നമ്മൾ പല ഘടകങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് അവിടുത്തെ ഒരു സ്റ്റൈല് മാനേജ്മെന്റ് സ്റ്റൈല് നിലകൊള്ളേണ്ടത്. ഓക്കെ, നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇതിനടുത്തില്ല എങ്കിൽ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യുകയും മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആവശ്യമില്ല. അതേസമയം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മറ്റൊരു സ്ഥാപനം നമ്മുടെ ഇൻഡസ്ട്രിയുടെ അടുത്ത് തന്നെയുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി തന്നെ മാനേജ്മെന്റ് കുറച്ചും കൂടി കെയർഫുൾ ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യണം അല്ലെ. എപ്പോഴും മീറ്റിംഗ് വയ്ക്കണം, വേരിയേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് നമുക്ക് ഇൻ കേസ് ഇത് ഫ്ലെക്സിബിൾ ആകണോ ഫ്ലെക്സിബിൾ ആക്കണ്ടയോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്നതാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയതിനു ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം സ്റ്റൈലുകളിലൊക്കെ വേരിയേഷൻസ് അല്ലെ. ഈ പറഞ്ഞ കൂടുതൽ വേണോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കൂടിയാൽ മതിയോ അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ മീറ്റിംഗ് കൂടിയാൽ മതിയോ വേരിയേഷൻസ് ഒക്കെ അപ്പൊ വരുത്തിയാൽ മതിയോ എന്നൊക്കെ ഉള്ളത് നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഓർഗനൈസേഷനായിട്ടുള്ള ഫാക്ടേഴ്സും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ. നമ്മളൊരു ഇൻഡസ്ട്രി മൂവ് ചെയ്യുമ്പോൾ തൊഴിലാളികളുടെയും തൊഴിലുടമയുടെയും ഒക്കെ കാര്യങ്ങൾ മാത്രം നിലനിർത്തി കൊണ്ടുപോയാൽ മാത്രം പോരാ, ഇങ്ങനെയുള്ള പുറത്തെ എഫക്റ്റും കൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം. നമുക്ക് ലാസ്റ്റ് പോയിട്ട് എടുക്കാൻ ടൈം കിട്ടിയില്ല, സാറില്ല, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 6th പോയിന്റ് വരെ വായിച്ചു നോക്കിയിട്ട് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും വായിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പോവാം. വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.